MK ഹാജി 2 കൈയും ആ നമ്പൂരിക്ക് കാണിച്ചു കൊടുത്തു. എന്നിട്ടൊരു ചോദ്യമുണ്ട്, എൻ്റെ കയ്യിൽ ഇപ്പോൾ എന്ത് കാണുന്നു? നമ്പൂരി അത്ഭുതത്തോടെ പറഞ്ഞു, ഹാജിയ, മനുഷ്യരെ ഇരുത്തി വലിച്ചു കൊണ്ടുപോകുന്ന റിക്ഷ വലിച്ച പാടുണ്ടല്ലോ ഹാജിയ, നിങ്ങൾക്ക് എന്തായിരുന്നു ജോലി? MK ഹാജി ഹോട്ടൽ തുടങ്ങുന്നതിന് മുമ്പ് മദ്രാസിൽ ചെയ്തിരുന്ന ജോലി മനുഷ്യന്മാരെ ഇരുത്തിയിട്ട് വലിച്ചു കൊണ്ടുപോകുന്ന റിക്ഷ ഈ 2 കൈകൾ കൊണ്ട് വലിച്ചുണ്ടാക്കിയ പണക്കെട്ടുമായിട്ടാണ് മലബാറിൽ വന്നത്. MK ഹാജി എന്ന് എൻ്റെ നേതാവ് പറഞ്ഞു, എൻ്റെ പൈസ കഴിഞ്ഞാൽ, എൻ്റെ പാർട്ടിയുടെ പണം കഴിഞ്ഞാൽ കുഞ്ഞഹമ്മദ് എന്ന് ഞാൻ മദ്രാസിലേക്ക് ഒരു തവണ കൂടെ തീവണ്ടി കയറി, ഒരു തവണ കൂടെ ഈ കൈകൾ കൊണ്ട് റിക്ഷ വലിച്ച് പൈസ ഉണ്ടാക്കിയിട്ടാണെങ്കിലും ഈ കുട്ടികളെ ഞാൻ പോറ്റു. 43 കുട്ടികളെ ഇറക്കിക്കൊണ്ടുവന്നു. സ്വന്തം വീടും പറമ്പും ആ കുട്ടികൾക്ക് കൊടുത്തു. നൂറുൽ ഇസ്ലാം മദ്രസയിൽ താമസം, സ്വന്തം സമ്പത്തെല്ലാം പരപ്പനങ്ങാടിയിലെയും തിരൂരങ്ങാടിയിലെയും കുട്ടികൾക്ക് വേണ്ടി വകവെച്ചു കൊടുത്ത മുസ്ലിം ലീഗുകാരൻ MK ഹാജി. MK ഹാജി ആ കുട്ടികളോട് സംസാരിക്കുന്ന ഒരു രംഗമുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങളുടെ ബാപ്പ മരിച്ചു പോയിട്ടുണ്ടാവാം, ഇനി നിങ്ങളുടെ ബാപ്പ ഞാനാണ്. നിങ്ങൾക്ക് ഉമ്മ നഷ്ടപ്പെട്ടിരിക്കാം, ഇനി നിങ്ങളുടെ ഉമ്മ ഞാനാണ്. MK ഹാജി പറഞ്ഞു, എല്ലാം നഷ്ടപ്പെട്ട നിങ്ങൾക്ക് താങ്ങും കനലുമായി ഞാനുണ്ടാകും. അപ്പോഴൊരു പയ്യൻ നിശബ്ദനായി കരഞ്ഞു കലങ്ങിയ കണ്ണുമായി ഹാജിയാരെ നോക്കാണ്. ഹാജിയാരെ ചോദിച്ചു, എന്താണ് നോക്കുന്നത്? ആ പയ്യൻ പറഞ്ഞു, ഹാജിയാരെ, നിങ്ങൾ ഞങ്ങളോട് പറഞ്ഞത് നിങ്ങളൊരു ബാപ്പയാണെന്നും നിങ്ങളുടെ കെട്ടിയോട് ഉമ്മയാണെന്നുമാണ്. ഞാൻ പക്ഷേ മുസ്ലിം അല്ലല്ലോ ഹാജിയാരെ. എനിക്ക് മരിച്ചു പോയത് അച്ഛനാണ്, മരിച്ചു പോയത് അമ്മയാണ്. എനിക്ക് ബാപ്പാനെ കിട്ടിയിട്ട് കാര്യമില്ല, എനിക്ക് അച്ഛനെ വേണം. MK ഹാജിയെ ആ കുട്ടിനെ ചേർത്ത് വെച്ച് പറഞ്ഞു, രാമ, രാമൻ എന്നാണ് ആ പയ്യൻ്റെ പേര്. രാമ, ഞാനാണടാ നിന്റെ അച്ഛൻ, ഇവൾ നിന്റെ അമ്മയാണടാ. കേരള നിയമസഭയുടെ ചരിത്രം പരിശോധിക്കുക. രാമൻ മാസ്റ്റർ MLA എന്നൊരു പേരു കാണാം. അച്ഛനും അമ്മയും മരിച്ച വേങ്ങരയിൽ നിന്ന് കൊണ്ടുവന്ന രാമൻ മാസ്റ്ററെ കേരളത്തിൻ്റെ നിയമസഭയിലേക്ക് മടിയേതുമില്ലാതെ കൊണ്ടുപോയ പാർട്ടിയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറയാൻ നമ്മളെ കൊണ്ട് പറ്റണം. PSC ബോർഡിൽ രാമൻ മാസ്റ്റർ ഉണ്ടായിരുന്നു. വേങ്ങര പഞ്ചായത്തിൻ്റെ പ്രസിഡന്റായി രാമൻ മാസ്റ്റർ ഉണ്ടായിരുന്നു. MK ഹാജിയുടെ ദീർഘവീക്ഷണം. റിസർവ്ഡ് മണ്ഡലത്തിലല്ല രാമൻ മത്സരിച്ച് ജയിച്ചത്. ലീഗിൻ്റെ വിശുദ്ധി ഇങ്ങനെയാണ്. രാമൻ മാസ്റ്റർ എന്തുകൊണ്ട് ജയിച്ചു എന്ന് ചോദിച്ചാൽ MK ഹാജി എന്ന നേതാവ് ഉണ്ടായിരുന്നു എന്നതിൻ്റെ മറുപടി. ഇവിടുത്തെ എല്ലാ ഉമ്മമാരോടും ഉപ്പമാരോടും ഞാൻ പറയുന്നത്, മുസ്ലിം ലീഗിൻ്റെ രാഷ്ട്രീയം എന്നാൽ അത് ഒരു വശത്ത് ആത്മാർത്ഥതയും ഒരു വശത്ത് രാഷ്ട്ര നിർമ്മാണവുമാണ്. അതുകൊണ്ടാണ് കായിക മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് 1948 മാർച്ച് 10 ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗായി ലീഗിനെ പുനർസംഘടിപ്പിച്ചപ്പോൾ ചൗധരി ഖലീഖുസ്സമാൻ ഉത്തർപ്രദേശിലെ മുതിർന്ന ലീഗാരൻ പാകിസ്ഥാനിൽ പോയി. നവാബ് ഇസ്മായിൽ ഖാൻ പാകിസ്ഥാനിൽ പോയി. ആദി സത്താർ സേഠ് മലബാറിലെ മുസ്ലിം ലീഗാരൻ പാകിസ്ഥാനിൽ പോയി. നവാബ് സാദ ലിയാഖത്ത് അലി പാകിസ്ഥാനിൽ പോകുന്നു. ജിന്നാ സാഹിബ് പാകിസ്ഥാനിലാണ്. ഇന്ത്യയിലെ തലമുതിർന്ന മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ പാകിസ്ഥാനിൽ പോയപ്പോൾ കായികമില്ലത്ത് പറഞ്ഞു, ഞങ്ങൾ ഇവിടെ നിൽക്കും, ഞങ്ങൾ പിറന്ന നാട് ഇന്ത്യയാണ്, ഞങ്ങൾ വളർന്ന നാട് ഇന്ത്യയാണ്, ഇനി ഇസ്മായിൽ മരിക്കുന്ന നാടും ഇന്ത്യയാണ്, ഞാൻ ഇവിടെ ലീഗിനെ നിലനിർത്തും. 1948 മാർച്ച് 10 മദ്രാസിലെ ബാങ്കറ്റ് ഹാളിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഹസ്രത്ത് മൊഹാനി എന്ന ഇന്ത്യയുടെ ഗസലിന്റെ പിതാവിന്റെ സ്ഥാനത്ത് നിങ്ങൾക്ക് നിർത്താൻ പറ്റിയ ഏറ്റവും വലിയ മനുഷ്യൻ ഹസ്രത്ത് മൊഹാനി. ആ ഹസ്രത്ത് മൊഹാനി അടക്കം പങ്കെടുത്ത മീറ്റിംഗിലാണ് മുസ്ലിം ലീഗ് നിലനിർത്താൻ തീരുമാനിച്ചത്. ആ മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ പിന്നെന്താ റിസൾട്ട് എന്നറിയോ? കായിക മില്ലത്തിന്റെ വീട്ടിലേക്ക് പലരും വരുന്നു. ഒരു പത്രക്കട്ടിങ് പിടിച്ചിട്ടാണ് വരുന്നത്. ഞാൻ മുസ്ലിം ലീഗിൽ നിന്ന് രാജിവെച്ചു എന്നാണ് പത്രത്തിൽ പരസ്യം കൊടുത്തത്. എന്തിനാ രാജിവെക്കുന്നത്? മദ്രാസിൽ ലീഗുകാരനായാൽ കൊല്ലപ്പെട്ട കാലം, മദ്രാസിൽ ലീഗുകാരനായാൽ അടിച്ചമർത്തപ്പെട്ടിരുന്ന കാലം, മദ്രാസിൽ ലീഗുകാരന്റെ വീട്ടിൽ കയറി ഭർത്താക്കന്മാരെ പിടിച്ചു കൊണ്ടുപോകുമ്പോൾ പൊട്ടിക്കരയുന്ന ഭാര്യമാരുണ്ടായിരുന്ന കാലം, മദ്രാസിലെ ആഭ്യന്തരമന്ത്രി സുബ്ബരായ ഹൈദരാബാദ് അച്ഛന്റെ പേരിൽ പൂക്കോയ തങ്ങളെ ജയിലിലിട്ട കാലം മറന്നിട്ടില്ല ഒരാൾ. ആ കാലത്താണ് ഇസ്മായിൽ സാഹിബിന്റെ വീട്ടിലേക്ക് പലരും വന്നിട്ട് പറഞ്ഞു, ഇസ്മായിൽ, ഞങ്ങൾ പാർട്ടിയിൽ നിന്ന് രാജിവെക്കുന്നു. ഇസ്മായിൽ സാഹിബ് ഓരോ കൂട്ടിയിട്ട് വീട്ടിന്റെ മുറ്റത്ത് വന്നു. വീട്ടിന്റെ മുറ്റത്ത് ഒരു കൊടിമരത്തിൽ ലീഗിന്റെ പതാക ഉണ്ടായിരുന്നു.
ഇസ്മായിൽ സാഹിബ് ആ പതാകയിലേക്ക് ചൂണ്ടിയിട്ട് പറഞ്ഞു, അവസാനത്തെ മുസ്ലിം ലീഗുകാരനും ഇസ്മായിലിൻ്റെ ക്രോംപേട്ടിലെ ദയാമഞ്ചലിൻ്റെ പടിയിറങ്ങി ലീഗിൽ നിന്ന് രാജിവെച്ചു പോയാലും ഇസ്മായിലിൻ്റെ ചങ്കിൽ റൂഹുള്ള കാലത്തോളം ഇന്ത്യ രാജ്യത്ത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ നിലനിർത്താൻ ഇസ്മായിൽ എന്ന് ഞാൻ പ്രതിജ്ഞാബദ്ധനാണെന്ന് പറഞ്ഞ പ്രതിജ്ഞയുടെ അന്തസ്സിൻ്റെ ബലത്തിലാണ് 7.5 പതിറ്റാണ്ട് നമ്മൾ പൂർത്തീകരിച്ചത്. ആ രാഷ്ട്രീയം പറയണം. രാഷ്ട്രീയത്തെ ചരിത്രബോധത്തോടുകൂടി അവതരിപ്പിക്കാൻ പറ്റണം. ഇന്ന് പുതിയ കാലത്ത് ഇനി തെരഞ്ഞെടുപ്പ് വരാൻ, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്, ഞാൻ എപ്പോഴും പറയാറുണ്ട്, പിണറായി 2ാമത് അധികാരത്തിലേറാനുള്ള പ്രധാന കാരണം നമ്മളെ കൂട്ടത്തിൽ നിന്ന് ചിലരൊക്കെ തന്നെയാണ്. കിട്ടിയപ്പോൾ അങ്ങോട്ട് മറിച്ചു എല്ലാവരും, വലിയമാർ മുഴുവൻ. പൊട്ടിയ ശർക്കരന്റെ മൂലളന്നിട്ട് അങ്ങോട്ട് മറിച്ചു. പെൻഷൻ കിട്ടിയപ്പോൾ വലിയപ്പ പേരക്കുട്ടിനോട് മറിക്കാൻ പറഞ്ഞു, വോട്ട് മറിച്ചു. അയാൾ 2ാമത് അധികാരത്തിലേറാൻ സ്വലാത്ത് മജ്‌ലിസ് സംഘടിപ്പിച്ച നാടാണ് നമ്മുടെ മലബാർ. ഇപ്പൊ എല്ലാവരും ഇരുന്ന് ഹത്തുമുതുവായ രണ്ടൊന്ന് ഇറങ്ങി കിട്ടാൻ അനുഭവിക്കണം. കുറച്ചിപ്പോൾ എല്ലാവർക്കും ബോധ്യമുണ്ടാവും. എന്നാൽ എനിക്ക് ഉറപ്പാണ്, ഒരു കിറ്റിട്ടതെല്ലാം മറക്കും. അപ്പൊ റോഡ് വേണ്ട, തോട് വേണ്ട, കുറച്ച് ചെറുപ്പേറും മമ്പേറും കിട്ടിയ വെല്ലുമ്മക്ക് അന്നുള്ള ചോറിനുള്ള വകയായി. അതോടെ പിണറായി നിങ്ങൾക്ക് വീണ്ടും വലിയ തമ്പുരാനാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് കേരളത്തിൽ ഡ്രഗ്സ് സ്പ്രെഡ് ആവുന്നുണ്ടെങ്കിൽ അതിൻ്റെ 1ാം പ്രതിയുടെ പേര് പിണറായി വിജയൻ എന്ന നേരും നെറിയുമില്ലാത്ത കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. ഒരു സംസ്ഥാന ഗവൺമെന്റിന് അറിയാം ഇവിടെ എന്ത് നടക്കുന്നുവെന്ന്. UDF ഗവൺമെന്റ്, ഉമ്മൻചാണ്ടി സാർ അധികാരത്തിൽ നിന്നിറങ്ങുമ്പോൾ നിങ്ങൾക്കൊരു ബാറ് കാണണമെങ്കിൽ മഷീട്ട് തരയണമായിരുന്നു. ഇന്ന് നിങ്ങൾക്ക് ബാറ് വീട്ടിന്റെ പുറത്തിറങ്ങിയാൽ കാണാൻ പറ്റും. സ്കൂളിന്റെ അകത്തുനിന്ന് സിന്തറ്റിക് ഡ്രഗ്സ് ഉപയോഗിക്കുന്ന കുട്ടികൾ പല്ലടിച്ച് നമ്മൾ നോക്കി ചിരിക്കുന്ന കാലം. ഡ്രഗ്സ് പിടികൂടാൻ സർക്കാരിന് അധികാരമില്ലേ? അത് നശിപ്പിക്കാൻ സർവാധികാരമുള്ള ഒരു ഭരണകൂടം. പക്ഷെ ഇതങ്ങനെ നടക്കട്ടെ എന്ന് പറയുന്ന കാലം. എന്തിനാണെന്നാൽ മലബാറിലെ പെൺകുട്ടിയുടെ തലയിൽ നിന്ന് തട്ടമടിച്ചു മാറ്റലാണ് കമ്മ്യൂണിസം ചെയ്ത ഏറ്റവും വലിയ നവോത്ഥാനമെന്ന് കമ്മ്യൂണിസ്റ്റുകാരൻ പ്രസംഗിക്കുന്ന കാലം. കണ്ണൂരിലെ, തളിപ്പറമ്പിലെ, തലശ്ശേരിയിലെ മുസ്ലിം സമുദായത്തിലെ വീട്ടിനകത്തു നിന്ന് ഒരു പെൺകുട്ടിയെ പാർട്ടി ഓഫീസിലേക്ക് കൊണ്ടുവന്ന് ചുവന്ന മാലയണിയിച്ച് ഞങ്ങളിലില്ല മുസ്ലിം രക്തം, ഞങ്ങളിലില്ല ഹൈന്ദവ രക്തം, ഞങ്ങളിലില്ല ക്രൈസ്തവ രക്തം, ഞങ്ങളിലുള്ളത് മാനവ രക്തം എന്ന അസത്യമായ മുദ്രാവാക്യം വിളിച്ച് മാപ്പിള പെൺകുട്ടിമാരെ തട്ടിക്കൊണ്ടുപോകുന്ന മതത്തിന്റെ പേരാണ് കമ്മ്യൂണിസം. നിങ്ങൾക്ക് ഇസ്ലാം ഒരു മതമാണെങ്കിൽ കമ്മ്യൂണിസം മറ്റൊരു മതമാണ്. ഈ വിഷത്തെ പ്രതിരോധിക്കാൻ നമ്മുടെ കയ്യിലുള്ളത് ബാലറ്റാണ്. അസംഗണ പരിഷത്ത് ഒരു കാലത്ത് ആയുധം എടുത്തവരാണ്. നമുക്ക് ആയുധം എടുക്കാൻ പാടില്ല. നിങ്ങൾ ബോംബ് വെക്കേണ്ടവരല്ല, നിങ്ങൾ തോക്ക് കൊണ്ട് വെടിവെക്കേണ്ടവരല്ല, നിങ്ങൾ ഈ രാജ്യത്തിന്റെ സമാധാനത്തെ നശിപ്പിക്കേണ്ടവരല്ല. മുസ്ലിം ലീഗുകാർ സമാധാനപരമായി ഈ നാടിന്റെ രാഷ്ട്ര നന്മയുടെയും നിർമ്മാണത്തിന്റെയും കൂടെ നിൽക്കേണ്ടവരാണ്. ആ നിർമ്മാണം നടക്കേണ്ടത് ബാലറ്റിലാണ്, വോട്ടെടുപ്പിലാണ്. വോട്ടെടുപ്പിലൂടെ ഒരു സർക്കാർ വരണം. ഈ നാട്ടിൽ മാറ്റം ഉണ്ടാകണം. ആ മാറ്റം ഉണ്ടാകേണ്ടത് നന്മയിലൂടെയാണ്. കേരളത്തിലെ മലബാറിലെ അറിയപ്പെട്ട സാഹിത്യകാരനാണ് KT മുഹമ്മദ്. നിങ്ങൾക്ക് അറിയുമെന്നറിയില്ല. നോവലിസ്റ്റ് ആയിരുന്നു, നാടക കഥാകൃത്തായിരുന്നു. ഇന്ന് ഇസ്ലാമിനെതിരെ നിരന്തരം വിമർശനം വരികയാണ്. ആ വിമർശനത്തിൽ ഏറ്റവും പ്രധാനം എന്റെ പ്രിയപ്പെട്ട ഉസ്താദ് ഡോക്ടർ ബഹാവുദ്ദീൻ മുഹമ്മദ് നദ്വി ഈ അടുത്ത് ബഹുഭാര്യത്വമായി ബന്ധപ്പെട്ട് സംസാരിച്ചപ്പോഴേക്ക് ആ സാധനം പിടിച്ചിട്ട് അയാളിലേക്ക് അതിന് വേണ്ടിയിട്ട് കോൺട്രാക്ട് എടുത്തൊരു ചാനലുണ്ട്. ഇപ്പോൾ ഞാൻ ആ പേര് പറഞ്ഞിട്ട് ഇനി ഒന്നുകൂടെ അതിനൊരു പബ്ലിസിറ്റി കൊടുക്കുന്നില്ല. ഈ മുഹമ്മദ് എന്നുള്ള സാഹിത്യകാരന്റെ പ്രത്യേകത എന്നറിയോ? ജീവിതകാലത്ത് മുഴുവൻ അയാൾ പറഞ്ഞിരുന്നത് ഇസ്ലാമിലെ സ്ത്രീക്ക് സ്വാതന്ത്ര്യമില്ലാതെ. ഇസ്ലാമിലെ സ്ത്രീ ഹിജാബ് ഇടുന്നു, അവൾ ജയിലറക്കുള്ളിലാണ്. എന്ത് ഭീകരം, ഭയാനകം. വലിയ നാടക കഥാകൃത്ത്. അയാൾ എഴുതിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നാടകമാണ് ഇത് ഭൂമിയാണ് എന്ന് പറയുന്ന ആ നാടകത്തിൽ അയാൾ പറഞ്ഞ ഒരു കഥാപാത്ര സങ്കല്പം എന്താണെന്നറിയോ? 40 വയസ്സുള്ള ഒരു പുരുഷൻ വന്നിട്ട് 10-15 വയസ്സുമുള്ള പെൺകുട്ടിയെ കല്യാണം കഴിക്കുന്നതാണ്. ഇങ്ങനെ തുറന്നടിച്ച് വിമർശിച്ചു. മലയാളി പൊതുബോധത്തിൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ 5ാം ക്ലാസ് പഠിക്കുന്ന കുട്ടീനെ കല്യാണം കഴിക്കുന്ന മതാണെന്ന് അയാൾ പ്രതിഷ്ഠിച്ചു. എന്താ തമാശ എന്നറിയോ? 50 വയസ്സായപ്പോഴാണ് ഈ സാഹിത്യകാരൻ മുഹമ്മദ് കല്യാണം കഴിച്ചത്. ആരെ കല്യാണം കഴിച്ചെന്നറിയോ? 20 വയസ്സുള്ള സീനത്തിനായിരുന്നു.
സിനിമ അഭിനേതാവ് സീനത്ത്. അതിനേക്കാളും വലിയ തമാശ, ഇയാൾക്ക് വയ്യാതായപ്പോൾ ഭാര്യ ആൾ ഇട്ടിച്ച് വേറെ ആളുടെ കൂടെ പോയി. ഇയാൾക്ക് വയ്യാതായ സമയത്താണ് കോഴിക്കോട് നിന്ന് ഇറങ്ങുന്നൊരു വാരികയിൽ ഇയാളുടെ ഇൻ്റർവ്യൂ വന്നു. മുഹമ്മദ് സാർ, ഇപ്പോൾ നിങ്ങളെന്ത് പറയുന്നു, ഇസ്ലാമിൽ സ്ത്രീക്ക് സ്വാതന്ത്ര്യമുണ്ടോ എന്നായിരുന്നു ചോദ്യം. ഇനി മുഹമ്മദ് പറഞ്ഞത് ഇസ്ലാമിൽ സ്ത്രീ സമ്പൂർണ്ണ സ്വാതന്ത്ര്യമാണ്. കാരണം അങ്ങനെ സ്വാതന്ത്ര്യം ഉണ്ടാക്കാനല്ല സീനത്ത് പോയത്, അയാൾക്ക് ജീവിതം കൊണ്ട് ബോധ്യമായി. അതുകൊണ്ട് ഇത്ര സ്വാതന്ത്ര്യം വേണ്ടാന്ന് അയാളെ കൊണ്ട് പറയിപ്പിച്ചു. ഞാൻ നിങ്ങളോട് പറയുന്നത്, എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരോടും സഹോദരിമാരോടും പറയുന്നത്, ഇന്ത്യയുടെ ചരിത്രം പരിശോധിക്കണം. അവിടെ ലീഗ് നിർവഹിച്ച ദൗത്യം പരിശോധിക്കണം. ഇപ്പോൾ കോഴിക്കോട് സ്വപ്നനഗരിയിൽ CPM പരിപാടി നടത്തിയിട്ട് യൂണിഫോം സിവിൽ കോഡിനെതിരെ സമരം നടത്തിയിട്ട് പറയാണ്, കണ്ടോ ഞങ്ങളാണ് മുസ്ലിം സമുദായത്തിന്റെ കൂടെ, ഞങ്ങളുണ്ടാവും. എന്നിട്ട് മുന്നിലൊരു മുസല്ലിട്ട് നിസ്കരിക്കാൻ പറയാം, മുന്നിലൊരു കസാര ഇട്ടിട്ട് അതിൽ പച്ച ഷർട്ടിട്ടൊരു കാക്കാനെ കൊണ്ട് ഇരുത്തുക. എന്നിട്ട് ഫോട്ടോ എടുത്തിട്ട് സഖാക്കന്മാർ ഫേസ്ബുക്കിൽ ഇട്ടിട്ട് പറയാണ് ഞങ്ങളാണ് കൂടെ, കണ്ട ഒരാൾ നിസ്കരിക്കുന്നു, ഞങ്ങളുടെ സ്റ്റേജിലെ നടക്കുന്ന കണ്ട ഒരു പച്ച ഷർട്ടിട്ട കാക്ക മുന്നിലിരിക്കുന്നു, ഞങ്ങൾ സാധ്യമാക്കിയ നവോത്ഥാനം. എന്നിട്ടൊരു ചോദ്യമുണ്ട്, മുസ്ലിം സമുദായത്തിലെ സ്ത്രീകൾ എവിടെയാണ്, മുസ്ലിം ലീഗിലെ സ്ത്രീകൾ എവിടെയാണ്? ഏക സിവിൽ കോഡിനെതിരെ ഇവന്റെയൊക്കെ വാപ്പമാര് സംസാരിക്കാൻ തുടങ്ങിയിട്ട് 10 കൊല്ലാവുന്നില്ല. 1940-കളുടെ അവസാനമാണ് രാജ്യത്തിന്റെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഏക സിവിൽ കോഡ് വേണോ വേണ്ടയോ എന്നുള്ള ചർച്ച നടക്കുന്നത്. രാജ്യത്തിന്റെ ഭരണഘടന എഴുതിണ്ടാക്കുന്ന സഭയിൽ ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷന്റെ പേര് ഡോക്ടർ ഭീംറാവ് അംബേദ്കർ. അംബേദ്കർ രാഷ്ട്ര നിർമ്മാണത്തിൽ പങ്കെടുക്കുന്ന ഘട്ടത്തിലാണ് രാജ്യത്തിന്റെ നിയമ ഭരണഘടനാ നിർമ്മാണ സഭയിൽ എഴുന്നേറ്റ് നിന്നിട്ട് ഒരു മനുഷ്യൻ പ്രസംഗിക്കുന്നത്, സാർ, is this assembly going to set aside all these differences and make them uniform, sir? Of which particular law, of which community, sir? ഈ വൈവിധ്യവും വൈജാത്യങ്ങളും വ്യത്യാസങ്ങളുമുള്ള രാജ്യത്ത് സാർ ഒരു യൂണിഫോം സിവിൽ കോഡ് ഇമ്പോസിബിൾ ആണ് സാർ. സംസാരിച്ച നേതാവിന്റെ പേര് പോക്കർ സാഹിബ് ബഹാദൂർ, മുസ്ലിം ലീഗ്. പോക്കർ സാഹിബ് പ്രസംഗിച്ചിരുന്നപ്പോൾ പിന്നെ പ്രസംഗിച്ചത് ഒരു പെണ്ണാണ്, ഒരു സ്ത്രീയാണ്. ആ സംസാരം, സാർ, ഐ സ്ട്രോങ്ലി സപ്പോർട്ട് മിസ്റ്റർ പോക്കർ. എന്റെ നേതാവ് പോക്കർ സാഹിബ് പറഞ്ഞതിനെ ഞാൻ പിന്തുണക്കുന്നു സാർ. സംസാരിച്ച സ്ത്രീയുടെ പേര് ബീഗം അഹ്സാസ് റസൂൽ, മുസ്ലിം ലീഗിന്റെ ദേശീയ കമ്മിറ്റി ഭാരവാഹി. എന്ന് പറഞ്ഞാൽ സ്വപ്നനഗരിയിൽ CPM ഒക്കെ പരിപാടി നടത്തുന്നതിന് മുമ്പ് ഇതുണ്ടാക്കിയ ഭരണഘടനാ നിർമ്മാണ സഭയിൽ രാഷ്ട്ര നിർമ്മാണത്തിന് സ്ത്രീകളെ പറഞ്ഞയച്ച പാർട്ടിയുടെ പേരാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറയാനുള്ള തന്റെ നമ്മൾ കാണിക്കണം. എന്നാൽ ഇപ്പൊ ചെറിയ പ്രശ്നമൊക്കെ ഉണ്ട് സമുദായത്തിൽ, ഞാൻ അതിനെ കൂടെ അഡ്രസ് ചെയ്യാം. +1 +2 മൊമെന്റ് കൊടുത്തവിടെ കൊടുക്കയില്ലേ, കൊടുത്തോ? SLC +2 ഞാൻ ഒന്നിനെ വിമർശിക്കല്ല കേട്ടോ. ഇയാൾ മൂല്യാരനെന്ന് സംശയമൊന്നും വേണ്ട. ഞാൻ എൻ്റെ അഭിപ്രായങ്ങൾ എപ്പോഴും തുറന്ന് പറയുന്ന ആളാണ്. +2ലെയും SLCയിലെയും മൊമെന്റം മേടിച്ച് പെൺകുട്ടി വീട്ടു വരുമ്പോൾ അമ്മായിക്കും വല്യമ്മക്കൊക്കെ ഒരു സ്വഭാവമുണ്ട്. എൻ്റെ കുട്ടിക്ക് മത്തിക്കറി ഉണ്ടാക്കാൻ അറിയോ, എൻ്റെ കുട്ടിക്ക് വേറെ പെരേക്ക് പോകാനായി. +1ലെ മൊമെന്റ് കല്യാണമായി എന്നതിൻ്റെ സിഗ്നലൊന്നുമല്ല. പെൺകുട്ടികൾ പഠിക്കണം. പെൺകുട്ടികളിൽ നിന്ന് IAS ഉണ്ടാകണം, IFS ഉണ്ടാകണം. വളയിട്ട കൈകൾ കൊണ്ട് മറ്റൊരു വീട്ടിൽ പോയി കട്ടൻ ചായ ഉണ്ടാക്കലല്ല പെൺകുട്ടികളെ നിങ്ങളുടെ പണി. വളയിട്ട കൈകൾ കൊണ്ട് നാളെ ഇന്ത്യ എങ്ങോട്ട് പോകണമെന്ന് ഇന്ത്യയുടെ ഭരണസിരാ കേന്ദ്രത്തിൽ ഇരുന്ന് നിങ്ങൾ വളയിട്ട കൈകൾ കൊണ്ട് ഒപ്പിട്ട് തീരുമാനിക്കുന്ന കാലം വരണം. നിങ്ങളതിന് തയ്യാറാകണം.